അല്ല എന്താണെന്നുള്ളൊരു ടോട്ടൽ ഐഡിയ കിട്ടാൻ ഭയങ്കര പാടാ. അമ്പാന്റെ നന്നായിട്ടുണ്ട്. സജിൻ ഗോപു കംബാക്കിനായി എങ്ങും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതെ അതെ, കിളി പോയ സംഭവം. അത് നമുക്ക് കിളി പോവും. അത് അവർക്കാണോ വട്ട്, അതിൽ ആർക്കാണ് വട്ട്, ഇനി കണ്ടോണ്ട് നമുക്കാണോ വട്ടെന്നുള്ളത് തിരിഞ്ഞു വരുമ്പോൾ പടം തീരും. അമ്പാന്റെ എനിക്കല്ല കാണണം എന്നുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്, നല്ല സിനിമ. അനുശ്വരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി സിനിമയാണ്, കണ്ടിരിക്കാം. കൊള്ളാം, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. ഭയങ്കര കണ്ട കൊള്ളായിരുന്നു. കോമഡി ആദ്യം അവസാനം വരെ കോമഡി ഉണ്ട്. കഥ വലുതായിട്ടില്ല, പക്ഷെ ഫുൾ കണ്ടോണ്ടിരിക്കാം. തിയേറ്റർ വാച്ച് ആണ്. OTT കാണാൻ നേരത്തെ ഇങ്ങനെ അങ്ങനെ നല്ല പടമായിട്ട് തോന്നൂല, പക്ഷെ തിയേറ്ററിൽ അടിപൊളി വാച്ചായിരുന്നു. സച്ചിൻ ഗോപു ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അനുശ്വര്യം കൊള്ളാം, എല്ലാം കൊള്ളാം, നല്ല പടം. അനശ്വരയുടെ ഒരു ഏതാ കുറച്ചായിട്ട് നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. സജിൻ ഗോപു ഷോ, അത് തന്നെ അത്ര പറയാം. ഓവറോൾ കൊള്ളാം, ഫൺ പാക്കേജ് ആണ്. എനിക്ക് എങ്ങനെയാ തോന്നിയത്, സജിൻ ഗോപു ഷോ അങ്ങനെയാണ്. പൈങ്കിളി പോലെ തന്നെ ആ ഒരു ടൈറ്റിൽ പോലെ തന്നെ പൈങ്കിളിയായിട്ട് ഫുൾ ത്രൂ ഔട്ട് വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് അനശ്വര രാജന്റെയും സജിൻ ഗോപന്റെയും കോമ്പിനേഷൻ ആണ്. ആസ് ഓഫ് കോഴ്സ് ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റ് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടോട്ടലി ഒരു കോമഡി സംഭവം തന്നെയാണ്. കണ്ടോണ്ടിരിക്കുക, ഒരു ഫാമിലി എന്റർടൈനർ എന്ന നിലയിൽ കണ്ടിരിക്കാം. പാട്ടുകളുണ്ട്, പാട്ടുകൾ കൊള്ളാം. പക്ഷെ ലിറിക്സ് എഴുതിയിരിക്കുന്ന വിനായക് ശശികുമാർ ആണെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു നോക്ക പോലും വേണ്ട, അത്ര ബോർ ലിറിക്സാ. പുള്ളിയെ സ്ഥിരം കാണിക്കുന്ന സാധനം തന്നെ അതിനകത്ത് ചെയ്തു. അല്ലാതെ വിഷ്വലിയും എല്ലാം അപ്പീലിംഗ് ആണ്. റൊമാൻസ് വെച്ചിട്ട് റൊമാൻസ് തന്നെയാണ്, എന്തുകൊണ്ടും ബെറ്റർ റൊമാൻസ് തന്നെയാണ്. കാരണം അത് കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ട്, ആൾക്കാർക്ക് പിടിച്ചിരുത്താനായിട്ടുള്ള കണ്ടന്റ് കുറച്ചുകൂടെ ഉണ്ട്. കോമഡി കൊള്ളാം, എല്ലാരും അഭിനയിച്ചിട്ടുണ്ട്. അബു സലീമിന്റെ ഒക്കെ രസമുണ്ട്. കോമഡി അഭിനയൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നല്ല ചിരിക്കാനും ഒക്കെ ഉണ്ട്, രസമുണ്ട്, അടിപൊളി. രണ്ടുപേരും ഒരേപോലെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പൈങ്കിളി ആക്ച്വലി കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ നിന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത പടമാണ്. ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻസ് കാരണം ജോലിയിലോ ജീവിതത്തിലോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലോ തിരക്കുകളിലോ ഒക്കെ ആണ് നിങ്ങളെങ്കിൽ കുടുംബസമേതം വേണമെങ്കിലും വന്ന് കണ്ടു നോക്കാവുന്ന സിനിമ തന്നെയാണ്. എനിക്ക് അറിയില്ല, ഞാൻ ഇന്റർവ്യൂലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കയറി നോക്കുമ്പോൾ കുറെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടു. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഒരു വർക്കായ പടമാണ്. സജിൻ ഗോപുവിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ജിസ്മയുടെ ആണെങ്കിലും അതുപോലെ അനശ്വരയുടെ ആണെങ്കിലും അങ്ങനെ പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയണം. എനിക്ക് നമ്മുടെ സലിംകുമാറിന്റെ മോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിലുള്ളത്. കഴിഞ്ഞ കുറേ പടങ്ങൾ പുള്ളി ചെയ്തിട്ടെങ്കിൽ അതിൽ ഏറ്റവും വർക്കായ പടമാണ്. മൊത്തത്തിൽ ഡയറക്ഷൻ എല്ലാം തന്നെ നമുക്കൊരു ജിത്തു മാധവൻ കട്ടാണ്. സ്ക്രിപ്റ്റിൽ മാത്രമേ പുള്ളി പങ്കാളിയായിട്ടുള്ളെങ്കിലും അതിൽ എല്ലാവരും നമുക്കൊരു ആവേശ രോമാഞ്ചം വൈബ് കിട്ടുന്നുണ്ട്. ഭയങ്കര ഒരു ചിരിച്ച് എൻജോയ് ചെയ്ത പടമാണ്. തിയേറ്ററിൽ വന്ന് കാണാം.